കഷ്ടതകൾ വരുമ്പോൾ എന്ത് ഗ്രഹപ്പിഴ എന്ന് സ്വയം ശപിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹദോഷ പരിഹാരത്തിന് നവഗ്രഹ സ്തോത്രം പാരായണം ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അധീനതയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ആർക്കും തന്നെ സാധ്യമല്ല, അല്ലേ? പുരാതന കാലം മുതൽ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ മനുഷ്യനെ ചന്ദ്രഗോളത്തിൽ എത്തിച്ചിരിക്കുന്നു. ആധുനിക വരെ ഗ്രഹപീഠകൾ ബാധിക്കാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല, അല്ലേ? ശരിയാ. ശനിയുടെ ദോഷങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ട് പലർക്കും. ഗ്രഹങ്ങൾ അവയുടെ അപ്പോഴപ്പോഴുള്ള നിലപാടുകളനുസരിച്ച് മനുഷ്യൻ്റെ നന്മകളും തിന്മകളും വരുത്തി തീർക്കുന്നു. ചിലർക്ക് ഗ്രഹപീഠകൾ വളരെ കൂടുതലും അനുഭവപ്പെടും. എന്നാൽ നമ്മുടെ പൂർവികരുടെ നിരീശ്വരന്മാരുടെ ശാസ്ത്രീയമായ ഗവേഷണത്തിലൂടെ നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയും ഗ്രഹദോഷങ്ങൾക്ക് ഫലവത്തായ പല പരിഹാര മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏത് ഗ്രഹം നമുക്ക് ദോഷമായി നിലകൊള്ളുന്നുവോ പ്രസ്തുത ഗ്രഹത്തെ ഭക്തിപൂർവം സ്മരിച്ചും സ്തുതിച്ചും വിധിപ്രകാരമുള്ള പൂജകളും നടത്തി വരുന്നതിനാൽ ഏത് ഗ്രഹത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്നും ശമനമുണ്ടാകുകയും ദോഷത്തിൽ നിന്നും ഗ്രഹം മാറിപ്പോകുന്ന സമയത്ത് വളരെ നന്മകൾ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഈ ശനിദശ സന്ധിയെ എല്ലാവരും വളരെ ഭയപ്പാടോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ശനി ദോഷക്കാരനും തന്നെയാണ്. എന്നാൽ ശനി തൻ്റെ ഭരണകാലം അവസാനിച്ചു മറ്റൊരു ശനിയിലേക്ക് മാറിപ്പോകുവാൻ നേരത്തെ അതുവരെ ചെയ്ത ദോഷങ്ങൾക്ക് പരിഹാരമായി വളരെയധികം നന്മകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ശനി ഭഗവാനെ സ്തുതിച്ച്